അടുത്ത് കടന്നത് പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താക്കായിരുന്നു ഞാൻ? എന്തായാലും ഒരു പോള കണ്ണടച്ചിട്ടില്ല. കണ്ടില്ലേ പ്രാന്തിൻ്റെ തൊട്ട് ഞാൻ. ഹലോ, വെൽക്കം ടു നക്ഷത്ര കൂടാരം. ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂരേക്ക് പോവാന്ന്, സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാന്ന് ഞാൻ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോവാന്ന്, ആരും ഇല്ലാണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എവിടെയും പോവാണെങ്കിൽ കുരുവി കൂടെ ഉണ്ടാവും. അപ്പോൾ ഫോക്കസ് മുഴുവൻ അവളുടെ മേലെ ആയിരിക്കും. അന്നേരം നമുക്കൊരു സമയം ഉണ്ടാവൂല, നമുക്കൊന്ന് എൻജോയ് ചെയ്യാനോ അതൊന്നും പറ്റൂല. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സിസ്റ്റേഴ്സ് ഹാങ് ഔട്ട് ആയതുകൊണ്ട് ഭയങ്കര ത്രില്ഡാണ് ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അധികം സാധനമൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ആടുന്ന് എന്തെങ്കിലും വാങ്ങി കഴിഞ്ഞാൽ എല്ലാം കൂടെ കെട്ടിപ്പോയി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ട് അധികം സാധനം ഞാൻ എടുക്കുന്നില്ല, കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകുന്നുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. 3 ദിവസത്തേക്കാണ് പോകുന്നത്. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വേണം പോകാൻ. രാത്രിയാണ് ബസ്, ട്രെയിൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത്. കുറച്ച് ചായ കുടിക്കട്ടെ. വാ, നല്ല ചായ. തല കണ്ടില്ലേ, പശു നക്കിയ പോലല്ലേ? അത് കുളിക്കാൻ പോകണ്ട വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ബസ് ടെർമിനലിലേക്ക് പോവാന്ന്. തിരിച്ചു വരുമ്പോ എന്താവുമോ ഇതിന്റെ അവസ്ഥ? നെല്ലൊളിച്ച് പൊളിക്കായിരിക്കും. ഞാളിത് അവിടെ എത്തിയിട്ടുണ്ട്. ചൂടും തിരക്കും കുട്ടി എല്ലാം കൂടെ ഞാൾ ഇതിന്റെ ഉള്ളിൽ ജാമായി. കടലും മാരിയ ജനങ്ങള്. എന്തെങ്കിലും ഒന്ന് തിന്നിട്ട് കയറാന്ന് വിചാരിച്ചാലോ ഒരു സാധനമില്ല തിന്നാൻ, ഏടെയില്ലോ. അവസാനം ഒരു കാപ്പി റസ്ക് നിന്ന് കയറേണ്ടി വന്നു. അയ്യ, കാപ്പിക്ക് തന്നെ ആടെ അടിയും പിടിയാ. ശരിക്കും അങ്ങനത്തെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തിയിടാൻ ഒരു സ്പേസ് ആവശ്യമല്ലേ, ഒരു ബസ് ടെർമിനൽ ആവശ്യമല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് റോട്ടിൽ അങ്ങോട്ട് നിർത്തിയിടും. കാത്ത് 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 കാപ്പി കിട്ടി. അവസാനം എങ്ങനെയൊക്കെയോ കയറി പറ്റിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അറ്റത്തൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്കിന്ന് രാത്രി ഉറക്കം വരാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങളിത് കണ്ടോ, ഞാൻ ഏതോ ആളെ കൂടെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള പാർട്ടീഷൻ കേട്ടനൊന്നും ഇല്ല. ഞാൻ കണ്ടില്ലേ ഉറങ്ങാൻ്റെ പ്രാന്തിൻ്റെ തൊട്ട്. അടുത്ത് കടന്നത് പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ എന്താക്കായിരുന്നു? ബുക്ക് ചെയ്ത ഓട്ടോ കിട്ടിയില്ല, അതുകൊണ്ട് കിട്ടിയ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച്. അവിടെ ഉള്ളവർക്ക് തന്നെ അറിയില്ല പിക്കപ്പ് പോയിന്റ് ഏതാന്ന്. ഇവളെന്തഞ്ഞ തിരിഞ്ഞോക്കാണ്ട് ബാഗും കൊണ്ടുപോകുന്നേ. ഭയങ്കര വേല്, കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ്. ഓ മൈ ഗോഡ്. അവസാനം ഞാൻ എൻ്റെ സിസ്സിൻ്റെ അടുത്ത് എത്തി. കണ്ടമാനം ഉറങ്ങി അങ്ങ് തീർത്തു. വൈകുന്നേരമായിരുന്നു പുറത്തു പോകാമെന്ന് വിചാരിച്ച്. വിശന്നു പഴംപൊരിയും ചായയും കുടിക്കാന്ന് വിചാരിച്ച്. ചായ കുടിക്കാന്ന് വിചാരിച്ച ഒരാക്രാന്ന് കൊണ്ട് അണ്ണാക്ക് പുള്ളി. ഞങ്ങൾ ഇപ്പോൾ മോളിൽ എത്തിയിട്ടുണ്ട്, ഭാരതീയ മോൾ. ചെന്നൈയിൽ മെറീന മോളിന് മുന്നിലുള്ള മരത്തെ കുറേ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ സൂചി കുത്താൻ സ്ഥലമല്ല, ഏതോ 2 വണ്ടിയുടെ ഇടയിൽ കയറ്റിച്ചു. പിന്നെ ഫുള്ളിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ. ഈ വെളിച്ചമില്ലാത്തടത്ത് എന്തെന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറച്ചു നേരം കൊതുവിൻ്റെ കടി കൊള്ളാൻ ഈ ബെഞ്ചിൻ്റെ മുകളിൽ പോയിരുന്നു. ഏതാണ് ഈ ചാടത്തിണ്ടി? ഞാൻ തന്നെയാണ്. ആരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ, ക്യൂട്ട്നെസ് വെതറിയിട്ടും. ഓർക്ക ക്ഷീണം കൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ ചോട്ട ട്രെയിൻ എടുത്ത് ചാട്ടാനില്ല. അത് പറഞ്ഞില്ല. പിന്നെ പബ്ഡി ചാറ്റാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം മേടിച്ച് തന്നു. പിന്നെ ഞങ്ങളൊരു പീടികയിൽ പോയിട്ട് കുറേ മാമ്പഴം വാങ്ങി. എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കിച്ച പറഞ്ഞു നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാമെന്ന്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്താ. ആ കടേൻ്റെ പകുതിയും വാങ്ങിയിട്ടുണ്ടാവും എന്തായാലും. ട്വിൻ സിസ്റ്റർ അല്ലേ വന്നിരിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം. നൈറ്റ് വൈബിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഫാൻറ്റയും കുറച്ച് മുട്ടയും വാങ്ങി. മുട്ട എന്തിനാണാവോ? ബൈ.